إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം പ്രാവശ്യം സത്യവിശ്വാസികളായ അടിമകളോട് ആവശ്യപ്പെടുന്ന രണ്ട് സംഗതികളുണ്ട്. അതിലൊന്ന് സാധാരണ നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരായത്താണ്. പ്രത്യേകിച്ചും ഖുതുബ ആരംഭിക്കുന്ന ഖതീബ് അതുമായി ബന്ധപ്പെട്ട 3 ആയത്തുകൾ ഓതിക്കൊണ്ടേ അത് തുടങ്ങുള്ളൂ. അങ്ങനെ ആരംഭിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൂടിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ തഖ്വ ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ മലയാളത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് കിട്ടൂല. ആയത്തുകളുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തരേണ്ടത് സഹാബാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ നാവിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നേർക്കുനേരെ കേട്ടതും ആ അധ്യാപകരിൽ നിന്ന്, ആ ഉസ്താദിൽ നിന്ന് ആ ആയത്തിന്റെ അർത്ഥം നേർക്കുനേരെ പഠിച്ചവരും സഹാബാക്കളാണ്. അതുകൊണ്ട് അവര് പറയണം അല്ലാഹു എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള പ്രധാനിയാണ്, മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, എല്ലാവർക്കും അറിയുന്നൊരു സഹാബിയും കൂടിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന ആയത്തിന് അദ്ദേഹം 3 അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങൾ ആ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക. അല്ലെങ്കിൽ ആ 3 കാര്യം മെലിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഒന്നിലധികം പ്രാവശ്യം പരിശുദ്ധ ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്നത്. ഒന്ന്,
അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ അനുസരിക്കണം. ഫലാ യുഅസ, അവനോട് നിങ്ങൾ കുരുത്തക്കേട് കാണിക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ അതിജയിക്കാൻ സാധിക്കൂല. അവന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാൻ കഴിയൂല. അവൻ കാണാത്തൊരിടത്തേക്ക് ഓടിപ്പോയി ഒളിക്കാനും നിങ്ങൾക്ക് സാധിക്കൂല. നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങളെ ഓരോ സെക്കൻഡുകളും എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എവിടെ പോയാലും വന്നാലും പിറകിൽ അല്ലാഹുവാകുന്ന നിരീക്ഷകനുണ്ട്. അതുകൊണ്ട് കുരുത്തക്കേട് നിങ്ങൾ കാണിക്കല്ല. അയ്യുത്താ, അനുസരിക്കും. കഴിവിന്റെ പരമാവധി അനുസരിക്കും. ഉടമസ്ഥനായ അല്ലാഹുവിനെ അനുസരിക്കാൻ സാധ്യമാവുന്ന ചുറ്റുപാടുകൾ നിങ്ങൾ ഉണ്ടാക്കി അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നിങ്ങളുടെ കൂട്ടും നിങ്ങളുടെ ബന്ധവുമാക്കിക്കോടെ. മരിക്കുന്നത് വരെ അല്ലാഹുവിന് മഅസിയത്ത് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിക്കൂടാ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹറാമാക്കിയത് നമ്മുടെ നഫ്സിന് കൊതിയുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് സുഖം നൽകുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹറാമിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളൂ. അധികവും ഹലാലാണ്, ചെയ്യാൻ എളുപ്പമുള്ള സംഗതിയും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം അർത്ഥം പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചോളി, കുരുത്തക്കേട് കാണിക്കരുത്. രണ്ടാമത്തെ അർത്ഥം, അതോ ഒരാൾ മുത്തഖിയാണ് എന്നറിയാനുള്ള അയാളുടെ രണ്ടാമത്തെ വിശേഷണം അയ്യുദ്കർ, അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചോളി. ഫലാ യുൻസ, അവനെ മറക്കുന്നൊരു സമയം നിങ്ങൾക്കുണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാഥമിക ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷം അഥവാ ബാത്റൂം എന്ന് പുറത്തേക്ക് വന്നാൽ പറഞ്ഞൊരു ദുആ ഉണ്ട്, ഗുഫ്രാനക് ഗുഫ്രാനക്, അല്ലാഹുവേ പുറത്തു തരണേ. എന്ത്? മലമൂത്ര വിസർജനത്തിനും അല്ലാഹുവിനോട് കാവൽ തേടിയതല്ല. അല്ലാഹുവേ, ഞാൻ എന്റെ ആവശ്യ പൂർത്തീകരണത്തിന് എടുത്ത വളരെ ചുരുങ്ങിയ ആ ഒരു സമയം നിന്റെ ദിക്ർ പോയി. എന്റെ നാവ് ആ സ്ഥലത്ത് നിന്റെ തസ്ബീഹാത്തുകളും നിന്റെ തഹ്ലീലാത്തുകളും പറയാൻ എനിക്ക് പറ്റൂല. ആ ചുരുങ്ങിയ സമയം എന്റെ നാവ് അടക്കി പിടിച്ചതിന്റെ പേരിൽ ഗുഫ്രാനക്, നീ എനിക്ക് പുറത്തിറണേ അല്ലാഹ്. എങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അല്ലാഹുവിന്റെ ദിക്റുള്ള മനുഷ്യനായിരിക്കും. അവന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ഒരു കയ്യും കണക്കുമില്ലാതെ ഒരു പരിധിയുമില്ലാതെ ചെയ്യാൻ പറഞ്ഞ ഒരൊറ്റ ഇബാദത്തേ ഉള്ളൂ, അത് ദിക്റാണ്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, എത്ര ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത്രയായിക്കോട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനം നീ മരിക്കുന്ന സമയം നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മരിക്കാൻ നോക്കിക്കോടെ. അതാ തഖ്വന്റെ അർത്ഥം. അയ്യുദ്കർ, അള്ളാഹുവിനെ ഓർക്കണം. ദിക്ർ പറഞ്ഞ നാവ് കൊണ്ട് വെറും തസ്ബീഹാത്ത് പറയുന്നതിന്റെ പേര് മാത്രമല്ല, നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും നിന്റെ ഖൽബിൽ നിന്ന് അള്ളാഹുവിന്റെ ഓർമ്മ നശിക്കാതെ ശ്രദ്ധിച്ചോളെ. എന്തുകൊണ്ടാണെന്നറിയോ? അഥവാ നിങ്ങൾ അള്ളാഹനെ മറന്നാൽ, ഇത് അള്ളാഹന്റെ നിർദ്ദേശം. ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഈ പറയുന്നത്. അഥവാ നിങ്ങൾ അള്ളാഹനെ മറന്നാൽ മറക്കുന്ന അവസ്ഥയായിരിക്കും ദുനിയാവിൽ കൂടുതൽ. അള്ളാഹുവിനെ മറപ്പിക്കുന്ന ബന്ധങ്ങളായിരിക്കും കൂടുതൽ. അള്ളാഹുവിനെ മറന്നു പോവാൻ ചാൻസ് ഉള്ള സുഖ സൗകര്യങ്ങൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവാം. പക്ഷെ മറക്കാണ്ട് ശ്രദ്ധിച്ചോളെ. മനഃപൂർവം മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ ദിക്റിൽ ഇരുന്നോളെ. ഒരു 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് വെറുതെ ഇരിക്കുക, ആകാശം നോക്കുക. എനിക്ക് എന്റെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ അയവിറക്കുക. എന്നിട്ട് ഒറ്റ പ്രാവശ്യം അൽഹംദുലില്ലാഹ്, എല്ലാ ദിക്റിനും ശുക്റായി, എല്ലാ നിഅമത്തിനും ശുക്റായി. വെറുതെ ഇരുന്ന് അല്ലാഹനെ ഓർക്കാൻ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു ദിവസം വരും അന്ന് ഞാൻ നിന്നെ വിസ്മരിച്ചു കളയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ومن أعرض عن ذكري
فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു കാക്കട്ടെ. അള്ളാന്റെ ഓർമ്മയില്ലാണ്ട് ദുനിയാവിന്റെ ഫിക്രോട് കൂടി മാത്രം ജീവിക്കുന്ന മനുഷ്യന്മാർ, ദുനിയാവിന്റെ രസങ്ങളും സുഖങ്ങളും മാത്രമേ ചിന്തയിലുള്ളൂ, വർത്തമാനത്തിലും അതേയുള്ളൂ, പ്രവൃത്തിയിലും അതേയുള്ളൂ. അവൻ വെറുതെ ഇരിക്കുമ്പോഴും മൈൻഡിൽ അത് മാത്രമേ വരുന്നുള്ളൂ, അല്ലാഹു എന്ന ജലാലത്തിൽ വരുന്നില്ല. അള്ളാഹു പറയാൻ, അങ്ങനത്തെ ആൾക്കാരുടെ ജീവിതം ഞാൻ കുടുസാക്കി കളയും. അവൻ വിചാരിക്കും ഞാൻ കുറെ ചിന്തിച്ചാൽ തുറന്നു കിട്ടുന്നില്ല, ഞാൻ കുടുസാക്കും. അവനെ കളിച്ചു പിടിക്കൂല. ഒരൊറ്റ പരിശ്രമിച്ചാലും ലക്ഷ്യത്തിലെത്തൂല. ഒരാവലാതിയായിരിക്കും, വേവലാതികളായിരിക്കും. എന്താ ശരിയാവാത്ത ശരിയാക്കി തരേണ്ടവനായ റബ്ബുൽ ഇസ്സത്തിനെ വിസ്മരിച്ചവന് ജീവിതം ശരിയാവൂല. അല്ലാഹു പറഞ്ഞു, മഈശത്തൻ ദൻകൻ, ഇടുക്കി കളയും. ഇനി നാളെ ആഖിറത്തിലേക്ക് വരുമ്പോഴോ ഞാൻ അവനെ അന്ധനാക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, കണ്ണുപൊട്ടൻ. അപ്പൊ അവൻ ചോദിക്കും എന്നോട്, ലിമ ഹശർതനി അഅമ, എന്തിനാ റബ്ബേ നീ എന്നെ അന്ധനാക്കിയത്? കണ്ണുണ്ടായിരുന്നല്ലോ എനിക്ക്, എല്ലാം കണ്ട് ആസ്വദിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എന്തെന്നെ അന്ധനാക്കിയത്? ഖാൽ, അല്ലാഹു പറയും, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, ഇതേപോലെ ദുനിയാവിൽ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞു, എന്റെ നിയമങ്ങൾ പറഞ്ഞു, എന്റെ ദീൻ പറഞ്ഞു, സ്വർഗ നരകങ്ങൾ പറഞ്ഞു, മഹ്ശർ പറഞ്ഞു, ഹിസാബ് പറഞ്ഞു, ഇതെല്ലാം നിന്റെ മുമ്പിൽ പറയപ്പെട്ടു. ഫനസീതഹാ, സൗകര്യപൂർവ്വം നീ അതിനങ്ങ് മറന്നു, ചിന്തിച്ചതേയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും. എന്റെ റബ്ബിന്റെ കോടതിയിൽ കൈകെട്ടി നിൽക്കേണ്ടി വരും. അവൻ എന്നെ ചോദ്യം ചെയ്യും, മറുപടി എനിക്ക് പറയേണ്ടി വരും എന്ന പരമാർത്ഥത്തെ നീ മറന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും തൽക്കാലം മാറ്റി വെച്ചു പോ. അവിടെ ഓർക്കാനും പിടിക്കാനും അല്ലാഹു അല്ലാത്ത ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ അയ്യുദ്കറ, അവൻ സ്മരിക്കലാണ്. ഫലാ യുൻസ, അല്ലാഹുവിനെ മറക്കരുത്. അല്ലാഹു എൻ്റെ നഫ്സിനും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. മൂന്നാമത്തെ അർത്ഥം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? വഅയ്യുഷ്കറ ഫലാ യുക്ഫർ, നന്ദിയുള്ളവനായി ജീവിച്ചോളിൻ. തഖ്വ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവനായി ജീവിച്ചോളിൻ, നീ നന്ദി കെട്ടടിമയാവരുത്. നന്ദി എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, ഒന്നും വേണ്ട, സ്വന്തം കയ്യും കാലും കണ്ണും കാതും നാവും ഈ ആരോഗ്യവും ഈ സൗകര്യവും വീടും കുടുംബവും മക്കളും അതിനെ പറ്റിയൊക്കെ വെറുതെ ആലോചിച്ചാൽ മതി. അയ്യുഷ്കർ, അതൊക്കെ തന്ന റബ്ബിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി വിധേയത്വം കാണിച്ച് അവൻ അംഗീകരിച്ച് അവന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് മുവഹിദായി ജീവിച്ചോളിൻ. ഫലാ യുക്ഫർ, നന്ദികേട് കാണിക്കരുത്. ഏതൊരുത്തരാണോ ഏകനായി നിനക്കെല്ലാം ഈ ദുനിയാവിൽ തന്നത്, ഏതൊരുത്തനാണോ നിന്നോട് ചോദിക്കാതെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് തന്നത്, ഏതൊരുത്തനാണോ നിനക്ക് അവന്റെ വഹ്ദാനിയത്ത് അറിയാനും ഉൾക്കൊള്ളാനുമുള്ള മഹാഭാഗ്യം നസീബാക്കിയത്, അവന് അയ്യുഷ്കർ, നീ നന്ദിയുള്ള അടിമയായിക്കോടിൻ. ഫലൈഫർ, അത് മറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ പോയി പോവല്ല, നിന്റെ ജീവിതം അപകടത്തിലാവും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ അർത്ഥം വളരെ കൃത്യമായ അർത്ഥം. പക്ഷെ അതിന്റെ കൂടെ അല്ലാഹു പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, രണ്ടാമത്തെ നിർദ്ദേശം അതാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നറിയോ? വലാ തമൂതുന്ന, തീർച്ചയായും നിങ്ങൾ മരിക്കാൻ ഇടവരാൻ പാടില്ല, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ. അപ്പൊ എന്ത് മനസ്സിലായെന്നറിയോ? ചിലപ്പം അത് പോയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, ചാൻസ് ഉണ്ട്. രാവിലെ മുസ്ലിമാൻ, രാവിലെ മുഅ്മിനാണ്, മുവഹിദ, രാവിലെ ഈ പറഞ്ഞ പോലെ അനുസരണയുള്ള നന്ദിയുള്ള അല്ലാഹുവിനെ സ്മരിക്കുന്ന നല്ലടിമയാണ്. വയുംസി കാഫിറ,
പക്ഷെ അവന്റെ 24 മണിക്കൂർ നേരത്തിലെ ഏതോ ഒരു സെക്കൻഡിൽ പറഞ്ഞു പോയ, ചെയ്തു പോയ, ചിന്തിച്ചു പോയ ഒരു ചെറിയ വാചകം, ചെറിയൊരു പ്രവൃത്തി കാരണത്താൽ ഹിദായത്ത് നഷ്ടമായേക്കാം. വയുംസി കാഫിറ, ചിലപ്പോൾ വൈകുന്നേരം കാഫിറായിട്ടവൻ ചത്തുപോകും. അല്ലാഹു കാക്കട്ടെ. വയുംസി കാഫിറൻ വയുസ്ബിഹു മുഅ്മിന, വൈകുന്നേരം ചിലപ്പോൾ കാഫിറായിരിക്കും, അള്ളാഹനെ തെറിവിളിക്കുന്നുണ്ടാവും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിമായിട്ടായിരിക്കും. ഒന്നും പറയാൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞു, ശ്രദ്ധയോടെ ജീവിച്ചോളണം. ഞാൻ ഏൽപ്പിച്ച മലക്കുൽ മൗത്ത് വന്ന് നിങ്ങൾ റൂഹ ഊരിയിട്ട് കൊണ്ടുവന്ന ആ സമയം വരെ നിങ്ങൾ പക്ക മുസ്ലിമായിട്ട് ജീവിച്ചോളണം. ലാസ്റ്റ് സമയം പിടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ ഏതായിരിക്കുമോ ആ അവസ്ഥയിലായിരിക്കും നാളെ മഹ്ശറിൽ ഹാജരാക്കപ്പെടുക. രണ്ടവസ്ഥ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി, സൂറത്ത് ആലി ഇംറാന്റെ ഈ ആയത്തോതി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, വലൗ അന്ന ഖത്റതൻ മിനസ്സഖൂമി ഖുതിറത്, നരകത്തിൽ നരകവാസികൾക്ക് അല്ലാഹു തിന്നാൻ കൊടുക്കുന്ന അവിടുത്തെ ഭക്ഷണത്തിന്റെ ഒരു തുള്ളി, അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ ഒരു തുള്ളി എങ്ങാനും ഭൂമിയിലേക്ക് ഉറ്റുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം ദുസ്സഹമായി പോകും. അത്ര കയ്പായിരിക്കും, അത്ര കടുപ്പമായിരിക്കും. ഇത് പറഞ്ഞിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫകൈഫ, ഞാൻ എൻ്റെ നഫ്സിനോട് 1000 പ്രാവശ്യം ചോദിക്കാൻ, പിന്നെ നിങ്ങളോട് ഫകൈഫ ബിമൻ, ഒരൊറ്റ തുള്ളി ദുനിയാവിലേക്ക് വീണാൽ ഭൂമിയിലുള്ള സർവരും ആ ദുസ്സഹാവസ്ഥയിലാകുമെങ്കിൽ ഫകൈഫ ബിമൻ, എങ്കിൽ ഒരുത്തന്റെ അവസ്ഥ എന്തായിരിക്കും? ലൈസ ലഹു തആമുൻ ഇല്ല സഖൂം, സഖൂം എന്ന ഭക്ഷണമല്ലാതെ നാളെ കഴിക്കാൻ ലഭിക്കാത്ത ഒരുത്തന്റെ ദയനീയമായ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അതിലേക്ക് പോവാൻ ശ്രമിക്കണ്ട. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മലക്ക് മൗത്ത് വരുമ്പോഴും പക്ക മുസ്ലിം ആവാൻ ശ്രദ്ധിച്ചോളി. വേറൊരുത്തനെ പറ്റി പറഞ്ഞു, ഒരു സഹാബി മരണപ്പെട്ടു റളിയല്ലാഹു അൻഹു. ഉംറക്ക് വേണ്ടി പോവാൻ, ഹജ്ജിന് പോവാൻ, എല്ലാവരും ഇഹ്റാമിലാണ്, അവർ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് പോവാൻ. വഴിക്ക് വെച്ച് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ആ വീണ വീഴ്ചയിൽ ആ സഹാബി മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുളിപ്പിക്കും, കഫൻ പൊതിയിൽ, കഫൻ തുണിയിലോ കുളിപ്പിക്കുമ്പോഴോ സുഗന്ധം ഉപയോഗിക്കണ്ട, കാരണം ഇഹ്റാമിലാണ്. കഫൻ പൊതിയുമ്പം തലയും നിങ്ങൾ വെളിവാക്കിക്കോണിൻ, കാരണം ആണുങ്ങൾക്ക് ഇഹ്റാമിൽ തലമറക്കൽ ഹറാമാണ്. മരിച്ചാലും അങ്ങനെ തന്നെ, ഇഹ്റാമോടെ മരിച്ചാലും അങ്ങനെ തന്നെ. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ആ മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക തൽബിയത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്താണ് ആ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അങ്ങനെ ആയിരിക്കും അയാൾ വരിക. അല്ലാഹുവേ, ഇതാ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഈ മിമ്പറിന്റെ മുകളിൽ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും എപ്പോഴാ മൽക്കുൽ മൗത്ത് വരിക എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടൺ ആരൂന്നറിയില്ല. ഇത് കത്രിക കൊണ്ട് ഏത് ഹോസ്പിറ്റലിലാ മുറിക്കലെന്ന് പറയാൻ കഴിയില്ല. ഏത് സെക്കൻഡിലും അദ്ദേഹം വന്ന് കൊണ്ടുപോയേക്കാം. ആ പോകുന്ന സമയം ഈ നേരമാണെങ്കിൽ എന്റെ റബ്ബനോട് പറഞ്ഞ പോലെ മുസ്ലിമായിട്ട് പോവാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളറിയാം. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അതിനു വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വഴിയിൽ നമ്മളെ തടസ്സമാവുന്ന, അല്ലെങ്കിൽ നമ്മളെ തടയുന്ന ഒരു വലിയ ശത്രു നമ്മുടെ നാവാണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ഉലമാക്കളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ നാവാണ്. എന്തുകൊണ്ടറിയോ? ഒരാളുടെ ഈമാൻ തകർക്കാൻ, ഒരാളെ ഹിദായത്ത് ബാത്തിലാക്കാൻ, ഒരുത്തന്റെ ഷഹാദത്ത് ബാത്തിലാക്കാൻ, ഒരുത്തനെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവനാക്കാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും വലിയ അപകടകാരിയായ അവയവം
ഈ 32 പല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ സാധനമാണ് നാവ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖുൽ ഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ. നബിയെ, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അടിമകളോട് നിങ്ങൾ പറഞ്ഞോളെ, ഖുൽ ഇബാദി, എൻ്റെ അടിമകളോട് നിങ്ങൾ പറ. എന്തു പറയണം? യഖൂലു അല്ലതി ഹിയ അഹ്സൻ. നാവ് കൊണ്ട് നല്ലത് മാത്രമേ പറയാവൂ. ഓരോരുത്തരും അവരവരെ പറ്റി ചിന്തിക്കുക. ശൈത്താൻ എന്താ ചെയ്യുന്നറിയോ? ഇത് കേൾക്കുമ്പം മറ്റവൻ അങ്ങനെയാണ്, ഡൗട്ടുണ്ട്, ഈ ചങ്ങായി അങ്ങനെയാണ് അവന് ഉപയോഗിക്കല്. നമ്മളിലേക്ക് കൈ ചൂണ്ടൂല ശൈത്താൻ. നമ്മുടെ നഫ്സ് നമ്മളെ തിന്മ നമുക്ക് കാണിച്ചു തരൂല. ഈ ചെറിയ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയാൻ പറയൂ നബിയെ. അവരുടെ നാവ് പറയുന്ന ചില വാക്കുകൾ എനിക്ക് പൊരുത്തക്കേടുണ്ടാക്കുന്ന വാക്കുകളാകും. ചിലപ്പോ എന്നെ ദേഷ്യം പിടിപ്പിക്കും, ചിലപ്പോ എനിക്ക് വെറുപ്പുണ്ടാക്കും. ഞാൻ അവന്റെ ഹിദായത്ത് ചിലപ്പം തിരിച്ചെടുത്തേക്കാം. അതുകൊണ്ട് സൂക്ഷിക്കാൻ പറ. നാവ് കൊണ്ട് പറയുമ്പോൾ ഇമാം ഖതാദ റഹിമഹുല്ല തഫ്സീറിൽ പറഞ്ഞു, ഏറ്റവും നല്ല വാക്കെന്താ അറിയോ അടിമക്ക് പറയാനുള്ളത്? തൗഹീദുല്ലാഹ്. ഒരു മുസ്ലിമായ അടിമ അങ്ങനെ മരിച്ചു പോവാൻ അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് തൗഹീദുല്ലാഹ്, എൻ്റെ റബ്ബിൻ്റെ വഹ്ദാനിയത്ത്. അതിനേക്കാൾ നല്ല വർത്താനം ദുനിയാവിൽ പറയില്ല. ആവശ്യങ്ങൾക്കുള്ള വാക്കുകൾ കുറച്ച് തൗഹീദിന് വേണ്ടിയുള്ള വാക്കുകൾ എത്ര അധികരിപ്പിച്ചാലും പ്രശ്നമില്ല. സഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതുകൊണ്ട് അള്ളാഹു ചോദിച്ചത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ ആരുണ്ട്? ഈ ചോദ്യം ഖുർആനിലുണ്ട്, നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും ഒരു ദിവസം എത്ര പ്രാവശ്യം അള്ളാഹിനെ പറ്റി പറയുന്നുണ്ടാവും? നമ്മള് അന്യരോട് എത്ര പ്രാവശ്യം അള്ളാഹിന്റെ വഹ്ദാനിയത്ത് പറയുന്നുണ്ടാവും? അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് എത്ര പ്രാവശ്യം ഒരാളെയെങ്കിലും വിളിക്കുന്നുണ്ടാവും? എന്റെ അടിയാറുകളെ, നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ഏറ്റവും നല്ലത് എന്റെ വഹ്ദാനിയത്ത് നിങ്ങൾ പറയല, എന്നിലേക്ക് എന്റെ അടിമകളെ വിളിക്കല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും അത് ശീലിച്ചവരാണ്, നമുക്ക് കാണിച്ചു തന്നവരാണ്. പക്ഷെ നമുക്കില്ല, സത്യം പറഞ്ഞില്ല. ഖതീബിന്റെ ജോലി മാത്രമല്ലല്ലോ ഇത്, അതല്ലെങ്കിൽ നാട്ടിലെ ഖാദിയാരുടെ ജോലി മാത്രമല്ലല്ലോ. മുവഹിദായി ജീവിക്കുക എന്നതും ആ തൗഹീദിലേക്ക് ആളുകളെ വിളിക്കുക എന്നുള്ളതും ഉമ്മത്തിന്റെ മുഴുവൻ ജോലിയാണ്. തൗഹീദ് അള്ളാഹു മനസ്സിലാക്കി തന്ന ഓരോരുത്തരുടെയും ജോലിയാണ്. അതായിരിക്കും നിങ്ങൾ നാവ് കൊണ്ട് പറയുന്ന ഏറ്റവും നല്ല വർത്താനം. പക്ഷെ ഇന്ന് വർത്തമാനം ഏതാ അധികം എന്നുള്ളത് പറയാണ്ടറിയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. എൻ്റെ നല്ല അടിമകൾ, മുസ്ലിമായി മരിക്കാൻ കൊതിക്കുന്നവർ നാവുകൊണ്ട് നല്ലത് മാത്രമേ പറയൂ എന്ന് മാത്രമല്ല, മോശത്തരം പറയുന്നവരുടെ കൂട്ടത്തിൽ അവർ കൂടുമില്ല. നമുക്ക് വിലയിരുത്താൻ പറ്റുമല്ലോ ആൾക്കാരെ. നാവ് വെച്ചിട്ടാണല്ലോ ആൾക്കാർ നമ്മൾ വിലയിരുത്തുക. ദുനിയാവിൻ്റെ കാര്യം കൂടുതൽ പറയുന്നവർ, കൂടുതൽ തമാശ പറയുന്നവർ, കൂടുതൽ ചീത്ത വാക്കുകൾ പറയുന്നവർ, ഗീബത്ത് നമീമത്ത് അധികം പ്രചരിപ്പിക്കുന്നവർ ഇല്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും ജയിച്ചിരിക്കുന്നു. ആരാ സത്യവിശ്വാസികൾ? ഒന്ന്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ അവർക്ക് ഖുശൂ ഉണ്ടാവും. അതേപോലെ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പുറംതിരിയുന്നവരായിരിക്കും. പറയൂല, അത് മാത്രമല്ല അവരെ കൂടെ കൂടില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ സമിഉൽ ലഗ്വ, എൻ്റെ സത്യവിശ്വാസികളായ നല്ലവരായ ആളുകൾ ഇപ്പറഞ്ഞ തരത്തിൽ മോശമായ വർത്തമാനങ്ങളോ മോശമായ ചർച്ചകളോ കേട്ടാൽ, വഇദാ സമിഉൽ ലഗ്വ അഅറദൂ അൻ, അവർ പുറംതിരിഞ്ഞു പോകും, അവർ തിരിഞ്ഞു നടക്കും. പറയുന്ന ആൾക്കാർ പിറകുന്ന അവരെ പിന്നെയും വിളിക്കും. അന്നവർ പറയും, ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും ലാ നബ്തഗിൽ ജാഹിലീൻ.
നമ്മൾ ചെയ്യുന്ന അമൽ നമുക്ക്, നിങ്ങളുടെ അമൽ നിങ്ങൾക്ക്, ജാഹിലിങ്ങളുടെ കൂടെ കൂടാൻ നമ്മളില്ല. അത്രത്തോളം ശ്രദ്ധിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അഥവാ നമ്മളുടെ ഈമാനും നമ്മളുടെ ദീനും ഇസ്തിഖാമത്തോടെ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴി ഈ നാവിനെ ശ്രദ്ധിക്കാന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരു അടിമയുടെയും ഈമാൻ നേരെ നിൽക്കൂല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം നേരെയാവുന്നവരെ. വലാ യസ്തഖീമു ഖൽബുഹു, അവന്റെ ഹൃദയം നേരെയാവൂല, ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നേരെയാകുന്നത് വരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കണം. നാവ് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളിടത്തെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് ഈമാനിനെയും ഇസ്ലാമിനെയും ബാധിക്കുന്ന പ്രശ്നമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ട നിർദ്ദേശത്തിന് എതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കടുപ്പപ്പെട്ട ഭാഷയിലാണ് നാവിനെ പറ്റി നമുക്ക് പറഞ്ഞത്. ശക്തമായ ഭാഷ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, യൗമുൽ ആഖിറിൽ വിശ്വസിക്കുന്നുണ്ടോ, അഥവാ ഒരു മുഅ്മിൻ, അതുള്ള ആളെ പേരാണ് മുഅ്മിൻ. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കൊന്ന് അളക്കാം. എങ്ങനെയെന്നറിയോ? ആ വിശ്വാസമുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിലോ ലിയസ്മുത്, മിണ്ടാതിരുന്നോട്ടെ. ഒരു ദിവസം പറയുന്ന വർത്തമാനത്തിൻ്റെ കണക്കെടുക്കണം. അതൊക്കെ മുഅ്മിനീങ്ങളുടെ ശീലാണ്. രാത്രി ഉറങ്ങാൻ സമയത്ത് ഇന്ന് എന്തല്ല പറഞ്ഞത്, അതാണ് ചിന്ത. ദുനിയാവിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ദുനിയാവിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ തർത്തീബ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈമാനെയും എൻ്റെ ആഖിറത്തിനെയും ബാധിക്കുന്ന എൻ്റെ ഈ നാവെന്ന ചെറിയ അവയവത്തിനെ ശ്രദ്ധിക്കാനും കണക്കെടുക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത്ര വില കൊടുക്കുന്നുള്ള അർത്ഥം ഇസ്ലാമിനും ഈമാനും. ഫൽയഖുൽ ഖൈറ, നല്ലത് പറയും, ഔ ലിയസ്മുത്, മിണ്ടാതിരുന്നോടെ. കാരണം നാവ് പ്രശ്നക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിം, ശരിക്കുള്ള മുസ്ലിം ആരാന്നറിയോ? നമ്മൾ ബാക്കി എല്ലാത്തിലും ഓക്കെയാണ്. നമ്മുടെ വേഷം, ജുബ്ബ, തൊപ്പി, താടി, നിസ്കാരത്തഴമ്പ്, കന്തൂറ, തൗഹീദിന്റെ ആളാണ്, സുന്നത്തിന്റെ ആളാണ്, എല്ലാത്തിലും ഓക്കെ, പക്ക മുവഹിദ്. അള്ളാഹു വല്ലാത്തൊരു തരം വിളിക്കുന്ന പരിപാടിയില്ല. ഞാറവില്ല, ശിർക്കില്ല, കുപ്പിയില്ല, ഏലസില്ല, തകിടില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ശിർക്കെന്ന് പറയുന്ന സംഗതി കുടുംബത്തിലേ ഇല്ല. നല്ല പക്ക മുവഹിദ്. പക്ഷെ അവന്റെ ശരീരത്തിന്റെ ഇത്തിരിപ്പോന്ന എല്ലില്ലാത്ത അവയവത്തിനെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും അവന്റെ തൗഹീദ് കൊണ്ട് അവന് സാധിക്കുന്നില്ലെങ്കിൽ വല്ലാഹി സത്യം, ആ തൗഹീദ് ഡാമേജ് ഉള്ളതാണ്. അവന്റെ വർത്തമാനത്തിൽ മാത്രമാണ്. ആ തൗഹീദ് അവന്റെ നാവിൻ തുമ്പത്ത് മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ മാത്രമല്ല ഇസ്ലാമൊക്കെ പഠിപ്പിച്ചത്, തൗഹീദ് അസ്ലാണ്. തൗഹീദ് അസ്ലാണ്. അഥവാ തൗഹീദ് ഉള്ളവർ മാത്രമേ മുസ്ലിം ആവൂ, അല്ലാത്ത കാഫിറാണ്. തൗഹീദ് ഇല്ലാത്തവൻ മുർത്തദ്ദും മുശ്രിക്കും കാഫിറുമാണ്. ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അത്രയേ ഉള്ളൂ സംഗതി. തൗഹീദ് ഉള്ളവരോടാണ് ഈ വർത്താനം. ഖുതുബ തൗഹീദ് ഉള്ള വക്താക്കളോടാണ്, ഇല്ലാത്തവന് ഖുതുബ ആവശ്യമില്ല. എന്നാൽ പക്ക മുവഹിദാണെന്നറിയോ? ആ കൂറുള്ള പറയുന്നതിനോട് കൂറുള്ള മുവഹിദ് മൻ, ഒരുത്തനാണ്. സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും ബാക്കി മുസ്ലിമീങ്ങൾക്ക് രക്ഷയും സമാധാനവും നിർഭയത്വവും ഉണ്ടായിക്കൊള്ളാം. ഇല്ലേ, ഈ പക്ക മുവഹിദായില്ല, ആയില്ല. ഇത് ദീനിന്റെ നിർദ്ദേശം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. നിന്റെ കൈകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ, ആരോപണത്തിന്റെ പേരിൽ, കളവ് പറഞ്ഞു പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, മൊബൈൽ ഫോണിന്റെ ലാപ്ടോപ്പിന്റെ ഒരു ബട്ടണിൽ വിരലിന്റെ തുമ്പ് കൊണ്ട് നീ കുത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇല്ല, നീ യഥാർത്ഥ മുസ്ലിം ആയില്ല. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നിന്റെ നാവ് കൊണ്ട് നിന്റെ കൈ കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. ഓന പക്ക മുസ്ലിം, ഓന പക്ക മുവഹിദ്. ഇസ്ലാമിന് പല വശങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്ന നാവ്.
എത്ര ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവും? എത്ര പേരാണ് ഹൃദയം മുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മള്? എത്ര കുടുംബത്തിനെ വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ ശക്തമായി നമ്മൾ വെട്ടി? നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും മുടങ്ങാത്ത മുറിവായിട്ട് എന്നും നിൽക്കല്ലേ? പല ആളുകളുടെയും മനസ്സിൽ നമ്മൾ ഉപയോഗിച്ച നാവ് കൊണ്ടുള്ള ഒരു വാക്കുകൊണ്ട് അത് ഉണക്കാതെ അതിന് മരുന്ന് വെച്ച് കെട്ടാതെ ഞാൻ പിന്നെ എന്ത് തൗഹീദ് പ്രസംഗിക്കുന്നതിൽ അർത്ഥമുള്ളത്? പിന്നെ ഞാൻ എന്ത് ഇസ്ലാം പറയുന്നതിൽ അർത്ഥമുള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മിമ്പർമ കയറി മദീന പള്ളിയിലെ മിമ്പറിന്റെ മുകളിൽ കയറി കൂടെ നിന്ന അനുയായികളെ മുന്നിലേക്ക് തല താഴ്ത്തി പിരടിയിലെ രോമങ്ങൾ സഹാബത്ത് കാണുന്നത്രയും താണു. എന്തിനാണെന്നറിയോ? സഹാബാക്കളെ, എന്റെ വാക്കോ പ്രവൃത്തിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ, ആഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ, പകരം ചെയ്യണേ എന്ന് പറയാൻ. എന്തു ചെയ്തു സഹാബാക്കളോട്? നരകത്തിന്റെ പടികുഴിയിലേക്ക് ഓടുന്ന മനുഷ്യന്മാരെ സ്വർഗത്തിന്റെ രാജാപാതയിലേക്ക് പിടിച്ച് മാറ്റിയതല്ലാണ്ട് വേറെന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളത്? ആ പുണ്യപ്രവാചകന്റെ പരിശുദ്ധമായ ഈ നാവ് എന്ത് നോവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പിന്നെന്തിനാ സഹാബത്തിനോട് മാപ്പ് ചോദിച്ചത്? എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ. തൗഹീദും കൊണ്ടായിരിക്കും നമ്മൾ പോവുക, സുന്നത്തും കൊണ്ടായിരിക്കും പോവുക, പക്ഷെ പിടിച്ച വഴിയിൽ നിർത്തുന്ന ചിലപ്പം എൻ്റെ നിങ്ങളെയും നാവായിരിക്കും. അൽ മുസ്ലിം. അതുകൊണ്ട് പക്ക മുസ്ലിം എന്ന് പറഞ്ഞാൽ നാവും കയ്യും ഒരാളെയും ഉപദ്രവിക്കാറുള്ളതല്ല, ഉപകാരം കൊടുക്കാറുള്ളതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, മൻ സതറ ലിസാന, ആരെങ്കിലും തൻ്റെ നാവിനെ പൂട്ടിയിട്ടാൽ, അതെ ഇത് അപകടകാരിയാണ്. മൻ സതറ ലിസാന, ആരെങ്കിലും നാവിനെ മറച്ചു വച്ചാൽ, മുഹദ്ദിസീങ്ങൾ വിശദീകരണം പറഞ്ഞു, അഥവാ നാവ് കൊണ്ട് ഒരുത്തൻ്റെ അഭിമാനം തിന്നാതെ, ഒരുത്തൻ്റെ രഹസ്യം പുറത്താക്കാതെ, ഒരുത്തനെ നാറ്റിക്കാതെ, ചതിക്കാതെ, വഞ്ചിക്കാതെ, ഒരു കുടുംബത്തെയും മോശം പറയാതെ ആരെങ്കിലും നാവിനെ പൂട്ടിവെച്ചാൽ, അവനോട് പറയാം. ഒരാളിൽ ഒരു തെറ്റെന്തെങ്കിലും കണ്ടാൽ നസീഹത്തൻ, അവനോട് പറയാം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതല്ല നീ അവന്റെ രഹസ്യങ്ങൾ പുറത്തിട്ടാൽ. എന്നാൽ നീ മറച്ചു വെക്കുകയാണെങ്കിലോ സതറല്ലാഹു ഔറതഹ, നിന്നെയും അള്ളാഹു ഒളിപ്പിച്ചു വെക്കും. വല്ലാത്ത വാക്കാണ്. നിന്നെയും അള്ളാഹു ഒളിപ്പിച്ചു വെക്കും. നീ അന്യൻ്റെ ഒന്നേ പുറത്തിട്ടുള്ളൂ, നിന്റെ 99 കണ്ടവനാ റബ്ബ്. ഇങ്ങനെ എന്നോടും നിങ്ങളോടും അള്ളാഹു പറയുന്നത് എന്താ അറിയോ? നീ അന്യൻ്റെ ഒറ്റൊന്നേ പുറത്തിട്ടിട്ടുള്ളൂ, നിന്റെ 99 എന്റെ റെക്കോർഡിലുണ്ട്, എന്റെ മലായിക്കത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ചുമരിന്റെ ഉള്ളിൽ കൂറ്റാക്കൂട്ടിലിട്ടത്ത് ആരും കാണില്ല എന്ന തെറ്റിദ്ധാരണയിൽ നീ ചെയ്ത പലതും എന്റെ ലിസ്റ്റിലുണ്ട്. ഞാൻ എങ്ങാനും നിന്റെ രഹസ്യം പുറത്താക്കാൻ തീരുമാനിച്ചാൽ, നീ നിന്റെ വീട്ടിന്റെ കിടപ്പറയിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണെങ്കിൽ പോലും ഞാൻ നിന്നെ കളിയാക്കും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. മുവഹിദിന്റെ ക്വാളിറ്റിയായി പറഞ്ഞ്, മുവഹിദായി മരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് പിടിച്ചോളണം. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ തൂബ, മംഗളാശംസകൾ, മംഗളാശംസകൾ ആർക്കെന്നറിയോ? ലിമൻ മലക ലിസാനഹു, നാവിനെ ആര് പിടിച്ചു കെട്ടിയോ അവന്. അള്ളാന്റെ ഹബീബ് മംഗളാശംസകൾ പറയണമെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? ഇതിനെ കെട്ടാൻ വലിയ പണിയാ. ആനെ കെട്ടാൻ മനുഷ്യന്, കാട്ടുപോത്തനെ പിടിച്ച് കെട്ടിയിടാം, പക്ഷെ സ്വന്തം വായിന്റെ ഉള്ളിലുള്ള എല്ലില്ലാത്ത ഇത്ര പോകുന്ന സാധനമില്ലേ, അതിനെ കെട്ടാൻ സാധിച്ചവന് മംഗളാശംസകൾ. തൂബ ലിമൻ മലക ലിസാന. അതേപോലെ എൻ്റെ കൂടെ പറഞ്ഞ റസൂലുള്ളാഹ്, ആർക്കെങ്കിലും നല്ലൊരു വീട് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അവനും മംഗളാശംസകൾ. വമൻ ബക അലാ ഖതീഅതി, തൻ്റെ തെറ്റിനെ പറ്റി ഓർത്ത് ആർക്കെങ്കിലും കരയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനും മംഗളാശംസകൾ. എന്നെ കൂട്ടത്തെ പറയുന്ന ഒന്നാമത്തത് ഈ നാവാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഈ പറയുന്ന ഞാൻ അടക്കം ശ്രദ്ധിക്കണം, നാവ് അപകടകാരിയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാണ്ട് മരിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞ നിർദ്ദേശം പാലിക്കണമെങ്കിൽ ഈ സ്ഥാനത്തിന് പിടിച്ചു കെട്ടിയേ പറ്റൂ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ
وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കർശനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതിൻ്റെ വിശദീകരണം എന്നോണം അതിലേറെ ശക്തമായി നാവിനെ സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വന്നേക്കാവുന്ന ചില കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ നാം സൂക്ഷിച്ചേ പറ്റുള്ളൂ. അതിലൊന്ന് മുഹമ്മദ് അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ കൂടുകയും ചെയ്യണം. സിദ്ഖീനോടൊപ്പം. ഏറ്റവും വലിയ സത്യം ഏതാണ്? തൗഹീദാണ്. നിങ്ങൾ സ്വാദിഖാവണം, അഥവാ അള്ളാഹുവിന് കൊടുത്ത കരാറിൽ ചതിവ് കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹ്ക്ക് കൊടുത്ത കരാറാണ്. അല്ലാഹ്, നീ അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഇല്ല, ഇടപെടിപ്പിക്കുന്ന പരിപാടിയേ ഇല്ല. വഹ്ദ ലാ ശരീക ലഹ്, നീ ഒറ്റക്ക്, നിനക്കൊരു പങ്കുകാരനുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നതെല്ലാം നീ മാത്രം, അവിടെ അങ്ങോട്ടുള്ളതും നിനക്ക് മാത്രം. അത് അള്ളാഹ്ക്ക് കൊടുത്ത കരാറാണ്. അതിൽ സത്യസന്ധനാവണം ആദ്യം. വകൂനൂ മഅസ്സാദിഖീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് കൊടുത്ത കരാറിൽ സത്യസന്ധത കാണിക്കാത്തവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു മേഖലയിലും സത്യവാനായിരിക്കൂല. ഇല്ല. ഓൻ നിസ്കാരത്തിലും സത്യസന്ധനായിരിക്കൂല, കള്ളനായിരിക്കും. ഓൻ കച്ചവടത്തിലും കള്ളനായിരിക്കും, ഭാര്യയോട് കള്ളനായിരിക്കും, മക്കളോടും കള്ളനായിരിക്കും. ഓൻ ആരോടും സത്യസന്ധനായിരിക്കൂല. അവൻ കള്ളനും ചതിയനും. അവൻ്റെ ഉള്ളു തുറന്നാൽ ചെളിക്കുഴി മാത്രമായിരിക്കും. എന്തുകൊണ്ടറിയോ? അവനെ സൃഷ്ടിച്ച റബ്ബിനോട് സത്യസന്ധതയില്ലാത്തവൻ പിന്നെങ്ങനെ നമ്മളോട് കാണിക്കുക? ഇതെല്ലാം വാരിക്കൊടുത്ത ഔദാര്യവാനായ റബ്ബുൽ ഇസ്സത്തിനോട് ഒരുത്തൻ കൂറ് കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ അടുത്ത് നിന്ന് എന്ത് കൂറ നമ്മൾ പ്രതീക്ഷിക്കുക? പിന്നെ അയാളുടെ മുഖത്തുള്ള താടി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ നിസ്കാരത്തെ നമ്മൾ വിശ്വസിക്കാൻ പറ്റൂല. ഇട്ട ജുബ്ബനെ വിശ്വസിക്കാൻ കഴിയൂല. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടമസ്ഥനായ അല്ലാഹുവിനോടുള്ള കരാറ് ലംഘിച്ചവൻ ദുനിയാവിന് ഒരു മേഖലയിലും കരാറ് പാലിക്കുന്നവനായിരിക്കൂല, അവൻ കള്ളനായിരിക്കും. അതുകൊണ്ട് കൂനൂ മഅസ്സാദിഖീൻ, മുവഹിദാവുക, അള്ളാഹിനോട് സത്യസന്ധത കാണിക്കും. എങ്കിൽ നാം അറിയാതെ നമ്മുടെ ഖൽബ്, നമ്മുടെ ജീവിതം അടിയാറുകളോട് സത്യമായി മാറും. ഓൻ്റെ ജീവിതം പരിശുദ്ധമാവും. കാരണം എന്താ അറിയോ? ഓൻ അള്ളാഹിനെ പേടിയുണ്ട്. ആർക്കാണോ കരാറ് കൊടുത്തത് അവനെ ഭയമുണ്ട്. വകൂനൂ മഅ, എന്താ മഅൻ്റെ അർത്ഥം എന്നറിയോ? അങ്ങനത്തെ ആൾക്കാരോടൊപ്പം നിങ്ങൾ കൂടുകയും ചെയ്യൻ. എങ്ങനെ? എൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ കൂടെ കൂടരുത്. അള്ളാഹിനോടുള്ള കരാറ് ലംഘിച്ചവൻ്റെ കൂടെ കൂടരുത്. ഓനെ ഉറ്റ ചങ്ങാതിയാക്കരുത്. മാനസിക ബന്ധമൊക്കെ ഓനെ ഉറ്റ ചങ്ങാതിയാക്കരുത്. കാരണം എന്താ അറിയോ? ഏത് സമയത്തും അവൻ അള്ളാഹുവിൻ്റെ ഖദബ് വന്നേക്കാം, കുടമ്പളും വിട്ടു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാസർഗോഡുള്ള ചെറുപ്പക്കാരെ, കഞ്ചാവ് അടിക്കുക, കള്ളു കുടിക്കുക, പെണ്ണ് പിടിക്കുക, അള്ളാഹു എല്ലാത്തിനും തൊട്ട് കാത്തു രക്ഷിക്കട്ടെ ഉമ്മത്തിനെ. പലിശ, ചതി, വഞ്ചന, എത്ര വലിയ തെറ്റാണ്. അത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എത്ര മോശമായിട്ടാണ് കാണുക. നാട്ടിലും വീട്ടിലും കൂട്ടുകാർക്കിടയിലും ഉമ്മ പറയും മോനോടാ ഓൻ്റെ പേരെ കൂടണ്ടേ, ഉപ്പ പറയും ഓൻ്റെ പേരായിട്ട് നടക്കുന്ന കണ്ട ഇതിൻ്റെ കാലിനെ അടിച്ചു വിളിക്കും. എന്തൊരു ദേഷ്യം, എന്തൊരു വെറുപ്പ്. എങ്കിൽ ഇതിനേക്കാളെല്ലാം 100 മടങ്ങ് വലിപ്പത്തിൽ അള്ളാഹു കാണുന്ന പാപം ഏതെന്നറിയോ? ദാറത്ത് പോക്ക്, തങ്ങളെടുത്ത് പോക്ക്, തങ്ങൾ മന്ത്രിച്ച വെള്ളം കുടിക്കല്, തങ്ങൾ മന്ത്രിച്ച നൂല് കെട്ടല്. ഇത് ഇന്ന് ഉമ്മത്തിന് പുണ്യപ്രവൃത്തി. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, ദേഷ്യമുള്ള സംഗതി ഇന്ന് ഉമ്മത്തിന് ഇസ്ലാമിൻ്റെ അടയാളം ഇല്ല. കള്ളുടിൻ്റെ കൂടെ നമ്മൾ കൂടുവോ? കൂടൂല.
ഒരു പെണ്ണുപിടിയൻ, നാട്ടിൽ അറിയപ്പെട്ട പെണ്ണുപിടിയാൻ, ഓനപ്പുറം സെൽഫി എടുക്കാൻ നിൽക്കുക നമ്മളില്ല. ഓനെ കാണുമ്പോൾ മാറി നടക്കൂ. നാട്ടിൽ അറിയപ്പെട്ട കഞ്ചാവടിയാൻ, ഓനപ്പുറം നമ്മളെ മക്കൾ കൂടുന്ന കണ്ട നമ്മൾ നെഞ്ചു പൊട്ടും. എന്നാൽ നാട്ടിൽ അറിയപ്പെട്ട മുശ്രിക്ക്, നാട്ടിൽ അറിയപ്പെട്ട ജാറത്തിന്റെ ആള്, നാട്ടിൽ അറിയപ്പെട്ട ജാറത്തിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന ചെറുപ്പക്കാരൻ, ഈ പറയപ്പെട്ട തെറ്റുകളെക്കാളെല്ലാം അധികം അല്ലാഹുക്ക് കടുകടുത്ത വെറുപ്പ് ഈ ശിർക്ക് ചെയ്തവരോടാണ്. കള്ളുകുടികൾ അല്ലാഹു മാപ്പ് കൊടുത്തേക്കാം, വ്യഭിചാരിക്ക് അല്ലാഹു മാപ്പ് കൊടുത്തേക്കാം, പലിശക്കാരൻ അല്ലാഹു മാപ്പ് കൊടുത്തേക്കാം, ചതിയനും വഞ്ചകനും അല്ലാഹു പൊരുത്തം കൊടുത്തേക്കാം. ശിർക്ക് ചെയ്തവനും മാപ്പില്ല. അല്ലാഹുവിന്റെ നസ്സാണ് ഖുർആനിൽ. എങ്കിൽ അവൻ അല്ലാഹുവോട് സത്യസന്ധത ഇല്ലാത്തവനാണ്. ഓനും ആവരുത്, ഓന്റെ കൂടെയാവരുത്. ഇതിപ്പോ ചിലപ്പോ അവൻ പറഞ്ഞാൽ തിരിയൂല, തിരിയുന്നൊരു ദിവസം വരും. പക്ഷെ അന്ന് ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. ശരിയാട്ടോ, ആ മേരോട് പള്ളിയിൽ മെമ്പറും വന്ന് കേൾക്കുന്ന കാര്യമൊക്കെ സത്യം തന്നെ, കുറച്ച് കടുപ്പപ്പെട്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നൊരു ദിവസം വരും. അന്നാ ലഹുദ്ദിക്ര, അന്നാ ലഹുദ്ദിക്ര. ഇനി ചിന്തിച്ചിട്ട് എന്താക്കാനാ, ചാൻസ് കഴിഞ്ഞു പോയി. കൂനൂ മഅസ്സാദിഖീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടോളിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കും. ഫഇന്ന സിദ്ഖ യഹ്വി ഇലൽ ബിർ. കാരണം ആ സത്യത്തിനോടുള്ള കൂറും സത്യത്തിലുള്ളതിൻ്റെ നിലപാടും അതിനോടുള്ള ഇഷ്ടവും സ്നേഹവും അത് നിന്നെ നല്ലവനാക്കും. യഹ്വി ഇലൽ ബിർ, നിന്നെ നല്ലവനാക്കും. ഫഇന്നൽ ബിർറ യഹ്വി ഇലൽ ജന്ന, ആ നല്ല അവസ്ഥ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സത്യം വിട്ടിട്ടൊരു പരിപാടിക്ക് നിൽക്കരുത്. അത് ആദർശത്തിലായാലും കർമ്മങ്ങളിലായാലും കച്ചവടത്തിലായാലും സ്വഭാവത്തിലായാലും വിവിധ മേഖലകളിൽ എവിടെയായാലും അലൈക്കും ബിസ്സിദ്ഖ്. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. എത്രത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞറിയോ? ഫഇന്നൽ അബ്ദ, ഒരടിമ, ഫഇന്നർ റജുല, ഒരാൾ, ലയസ്ദുഖു വയതഹറ സിദ്ഖ, സത്യത്തെ മുറുകെ പിടിക്കും, സത്യത്തിന്റെ പിറകിലേയും എന്ത് നഷ്ടം വന്നാലും എന്തൊക്കെ പോയി എന്നറിഞ്ഞാലും സത്യം വിട്ടൊരു കളിയില്ല. അങ്ങനത്തെ മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ട്. കച്ചവടത്തിനും മറ്റുമൊക്കെ അങ്ങനെ സത്യസന്ധത കാണിക്കുന്നവര് നമ്മളെ കണ്ണിന്റെ മുമ്പിലുണ്ട്. അള്ളാഹു ബർക്കത്തുൽ നസീബായി കൊടുക്കട്ടെ. അവര് മാതൃകയാണ്. ചിലപ്പോൾ ലക്ഷങ്ങൾ നഷ്ടം വരും. ഇല്ല ഉസ്താദ്, കള്ള പരിപാടി, ഇത് വിട്ടിട്ട് കളിക്കുന്ന പരിപാടിയില്ല എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ അങ്ങനെ സത്യത്തിന്റെ കൂടെ കൂടും. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ. എന്താ കിട്ടാൻ പോകുന്നറിയോ? അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ പേര് സിദ്ദീഖ് എന്ന് എഴുതപ്പെടും. നാളെ മഹ്ശറിൽ മാലോകന് മുമ്പിൽ വിളിക്കുമ്പോൾ പറയും, സിദ്ദീഖ്, എൻ്റെ സത്യസന്ധനായ ദാസ, മുമ്പോട്ട് വാ. ഇതിനേക്കാളും വലിയ ഇജ്ജത്ത് വേറെന്തുണ്ട് കിട്ടാൻ? കള്ളത്തരം കാണിച്ച് ദുനിയാവിൽ എന്ത് ഇജ്ജത്ത് ഉണ്ടായിട്ടെന്താ കാര്യം? കള്ളത്തരം കാണിച്ച് ദുനിയാവിൽ വലിയ ആളായി, വലിയ പേരും പെരുമയും പ്രൗഢിയുമായി. പക്ഷെ നാളെ ആഖിറത്തിൽ ഇയ്യാകും വൽ കദിബ്, കളവ് പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളീൻ, കള്ളത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചോളീൻ. ഫഇന്നൽ കദിബ യഹ്വി ഇലൽ ഫുജൂർ, കള്ളത്തരം നിങ്ങളെ തോന്നിവാസിയാക്കും. അടക്ക കട്ടോൻ ആനക്കും. യഹ്വി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്വി ഇലൻ നാർ, ആ തോന്നിവാസം നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നർ റജുല ലയക്ദിബു വയതഹറൽ കദിബ, ഒരടിമ കളവ് പറയും, കള്ളത്തരം കാണിക്കും, പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ഓടും. അള്ളാഹിനോടുള്ള കരാറിലും കള്ളത്തരം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ നുബൂവത്തിലും കള്ളത്തരം, സ്വഭാവത്തിൽ കള്ളത്തരം, ഭാര്യയോട് കള്ളം, മക്കളോട് കള്ളം, കച്ചവടത്തിൽ കളവ്, ചങ്ങായിമാരോട് കളവ്, ഇങ്ങനെ 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 പോവും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, അള്ളാഹിൻ്റെ കോടതിയിൽ അവൻ്റെ പേര് അള്ളാഹു കദ്ദാബ് എന്ന് രേഖപ്പെടുത്തും, കള്ളൻ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദില്ലത്താണ് മഹ്ശറിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ മാലോകരുടെ മുന്നിൽ പോട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് എന്നെയും നിങ്ങളെയും കള്ള എന്ന് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് വിളി വരുമ്പം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സാധനം അലൈക്കും ബിസ്സിദ്ഖ്, സത്യത്തിന് വേണ്ടി ഉപയോഗിച്ചോളിൻ. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നസീബാകട്ടെ. രണ്ടാമത്തൊരു കാര്യം, ഇസ്തിഹ്സ, ഈ നാവുണ്ടാക്കുന്ന പ്രശ്നം, കളിയാക്കൽ, പരിഹസിക്കൽ. അത് മാനസികമായിട്ടുള്ളതുകൊണ്ട്
ഈമാൻ ബാത്തിലാക്കുന്ന കളിയാക്കലുണ്ട്. ചെറിയ ഉദാഹരണം പറയാം. അള്ളാഹു എന്തെങ്കിലും ഒരു ന്യൂനത ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ആരെയും കളിയാക്കാൻ നിൽക്കണ്ട, നിനക്ക് തന്നതും ഓന് കൊടുക്കാത്തതും ഞാനാണ്. ഹായ് അള്ളാൻ്റെ വാക്ക്. നിനക്ക് തന്നതും അവന് കൊടുക്കാതിരുന്നതും ഞാനാണ്. ഇന്ന് നീ ഓനെ കളിയാക്കും. ചിലപ്പം വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, നാവുകൊണ്ടല്ല കളിയാക്കുക, പുരികം കൊണ്ട് മോട്ട് കാണിച്ച് കളിയാക്കും. അള്ളാഹു പറഞ്ഞു, എടാ ചിലപ്പം നാളെ അവൻ നിന്നെക്കാളും ഹൈറായി ഞാൻ മാറ്റും. അന്ന് കരയേണ്ടി വരും, അന്ന് മണ്ണ് തിന്നേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അത് പറഞ്ഞപ്പോൾ അള്ളാഹു പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, വലാ നിസാഉം മിൻ നിസാഇൻ, വലാ നിസാഉം മിൻ നിസാഇൻ. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കാൻ നിൽക്കണ്ട. മുഫസ്സിറുകൾ പറഞ്ഞു, ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഗൗരവ മനുഷ്യന്മാർക്ക് മനസ്സിലായി. പിന്നെയും അള്ളാഹു പെണ്ണിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൻ്റെ കാരണം അവർക്ക് ഈ സ്വഭാവം കുറച്ച് കൂടുതലാണ്. മറ്റുള്ളവരെ കളിയാക്കലും പരിഹസിക്കലും പെണ്ണുങ്ങൾക്ക് ഇച്ചിരി കൂടിയ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അള്ളാഹു അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞു, വലാ നിസാഉം മിൻ നിസാഇൻ. ഒരു പെണ്ണും ഒരുത്തിനെ കളിയാക്കാൻ നിൽക്കണ്ട. അതിൻ്റെയൊക്കെ പരിണിത ഫലം പറഞ്ഞെന്താ അറിയോ? നാളെ നീ ആരെയാണോ കളിയാക്കിയത് അവൻ നിന്റെ മുമ്പിൽ ഒരു ദിവസം വരും, അത് നിന്നേക്കാളും ഹൈറായിരിക്കും. നാവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അതേപോലെ ഗീബത്ത്, നമീമത്ത്, ഇത് രണ്ടും അടുത്തടുത്ത് പറയപ്പെട്ട സംഗതിയാണ്. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പാപോലം എവിടെ കൊണ്ടുപോയിട്ട് കഴുകും? ഗീബത്തിൻ്റെ. ഈ നാവ് കൊണ്ട് പറയാൻ ഭയങ്കര സുഖമാണ്, അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ചായ കുടിച്ചിരിക്കുമ്പം, ചോറയിച്ചുകൊണ്ടിരിക്കുമ്പം, ഹോട്ടലിൽ പോയിട്ട് ഇരിക്കുമ്പം, പള്ളിയിലെ മുറ്റത്തിരിക്കുമ്പം ഓന് മറ്റേ ആൾ ഇയാൾ ഇങ്ങനെ പറയാൻ നല്ല സുഖം. പക്ഷെ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലാ യഗ്തബ് ബഅദുകും ബഅദ. ഗീബത്ത് പറയരുതേ. സഹാബാക്കൾ റസൂലുള്ളാഹി ചോദിച്ചു, അതദറൂന മൽ ഗീബ? ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സഹാബത്ത് പറഞ്ഞു, നമ്മളുടെ സഹോദരനെ സംബന്ധിച്ച് അയാളിൽ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു പരത്തല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ, നിന്റെ സഹോദരൻ ഇല്ലാത്ത കാര്യം അവനെ പറ്റി പറയലല്ല ഗീബത്ത്. നിന്റെ സഹോദരനെ സംബന്ധിച്ച് അയാളിൽ ഉള്ള കാര്യത്തെ പറയലാണ് ഗീബ. ഇല്ലാത്തത് പറയൽ അപവാദമാണ്. അതിന്റെ കൂലി, അതിന്റെ കുറ്റം വേറെ. ഉള്ള കാര്യം പറയൽ, ഇല്ല ആർക്കും മാലെപ്പറ്റിയും പറയാൻ അനുവാദമില്ല, മസ്ലഹത്തിന് വേണ്ടിയല്ലാതെ. ഒരാൾ ഒരുത്തന്റെ ആദർശം തകർക്കുമെന്ന് തോന്നിയാൽ, ഒരുത്തന്റെ കുടുംബം തകർക്കുമെന്ന് തോന്നിയാൽ അവന്റെ ഷർറിനെ പറ്റി പറയാം, അതല്ലാതെ ലാ യഗ്തബ് ബഅദുകും ബഅദ. അല്ലാഹു എങ്ങനെ ഭൂമിച്ചെന്നറിയോ? അയുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈത. നിങ്ങളെ സഹോദരന്റെ ഇറച്ചി പറിച്ചു തിന്നാ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? അല്ലാഹു പറയാൻ, ഫകരിഹ്തുമു, ഇല്ല, നിങ്ങൾ വെറുക്കും, നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നാൽ അതിനേക്കാൾ കടുപ്പത്തിൽ കണ്ടോണം ഗീബത്തിനെ. ഗൗരവം എപ്പോൾ തിരിയാന്നറിയോ? സിറാത്ത് കഴിഞ്ഞു, നരകത്തിന്റെ മുകളിൽ കൂടി കഴിഞ്ഞു. തൗഹീദും സുന്നത്തും നിസ്കാരവും നോമ്പും ഹജ്ജും അതും ഇതും എല്ലാം കൂടി വഹിച്ച സൂട്ട്കേസുമായി നരകത്തിന്റെ മുകളിൽ നിന്ന് പാലത്തിൽ അങ്ങ് തന്നെ ഓടി അപ്പുറത്ത് കടന്നു. അപ്പുറം സ്വർഗമല്ല, ഒരു മൈതാനമാണ്. സ്വർഗത്തിലേക്ക് വേഗം പോകാൻ കഴിയില്ല. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കഴിഞ്ഞിട്ട് വരണം, എന്നിട്ട് സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടണം. അപ്പൊ അതിനുള്ളിൽ നിന്ന് ചോദിക്കും മലക്ക്, ആരാത്? അന മുഹമ്മദ് എന്ന് പറയണം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയും, ഓഹോ, മുഹമ്മദ് വന്നാലേ തുറക്കാൻ പാടുള്ളൂ എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, വന്നോ? എന്നിട്ട് തുറക്കും. എന്നിട്ട് ആദ്യം പോവും, പിന്നെ അതിന് വീട്ടുള്ള അമ്പിയാക്കൾ പോവും, അപ്പോഴേ തുറക്കുള്ളൂ. അതുവരെ മൈതാനത്താണ്. ഇമിഗ്രേഷൻ ഓഫീസർ ഒപ്പിട്ടു, സീല് വെച്ചു പാസ്പോർട്ടിൽ, പ്ലെയിൻ കയറി പോയാൽ മതി, എത്രയേ ഉള്ളൂ. അപ്പോഴായിരിക്കും ചില ആൾക്കാർ വരിക. കാസർഗോഡ് മാർക്കറ്റിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്തു വന്നിട്ട് പറയും, അള്ളാഹുവേ, എന്നെ ഇവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ ഇവൻ കളിയാക്കിയിട്ടുണ്ട്, ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട്, ഇവനക്ക് കുറച്ച് പൈസ തരാനുണ്ട്, ഇവൻ എൻ്റെ കുടുംബത്തെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരാതിക്കാരുടെ വരവായി. ഇവൻ നിൽക്കുന്നിടന്നറിയോ? സിറാത്ത് കഴിഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ വാതിൻ്റെ മുന്നിൽ അള്ളാഹു പറയും, നീതിയോടെ തർക്കം തീർത്തിട്ട് പോയിക്കോളെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി, ലാ ദീനാറ വലാ ദിർഹം. ഉമ്മത്തെ, അവിടെ ദീനാറും ദിർഹം കൊടുത്തിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല. അതിവിടെ
അവിടെ കൊടുക്കേണ്ടി വരിക നിങ്ങൾ എന്താണ് സൂട്ട് കേസിൽ കൊണ്ടുവന്ന നന്മകൾ അത് മറിച്ചു കൊടുക്കേണ്ടി വരും. കൊടുക്കും, പരാതിക്കാർ മുഴുവനും വാങ്ങും. റസൂലുള്ളാഹി പറഞ്ഞു, പെട്ടി കാലിയായി, പരാതിക്കാർ ബാക്കിയുണ്ട്. അള്ളാഹു നീതിമാനാണ്. അവരുടെ തിന്മകൾ ഇവൻ്റെ മേൽ ചാർത്താൻ പറയും. തിന്മ ഓരോന്നായി വരാൻ തുടങ്ങും. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സിറാത്തുൻ കഴിഞ്ഞ് വന്നവനെ മലക്കുകൾ പിടിച്ച് വലിച്ച് തിരിച്ച് വന്ന വഴിക്ക് കൊണ്ടുപോയി നരകത്തിലേക്കിടും. റസൂലുള്ളാഹി പറഞ്ഞു, ഇവനാണ് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ. ദുനിയാവിൽ ഈ സാധനം ഉണ്ടാക്കിയ ഏക പ്രശ്നം. ഇനി അഥവാ നമ്മൾ ആരെപ്പറ്റെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയി, അവർ മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യും? അല്ലാഹു അഅലം. ഉലമാക്കളുടെ മറുപടി എന്താ അറിയോ? അല്ലാഹു അഅലം. ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ഒരു മരിച്ചു, ഇനി മാപ്പ് വയ്ക്കാൻ പറ്റൂല, ഇനി പൊരുത്തപ്പെടിക്കാൻ പറ്റൂല, കഴിഞ്ഞു. ഇനി നാളെ ആഖിറത്തിൽ ഒരു പക്ഷേ ഈ കോടതിയിൽ പിടിക്കപ്പെട്ടേക്കാം. ആകെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി സദഖ ചെയ്യുക, എന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ പറയുക. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ സൂക്ഷിച്ചോളെ. ഈ ഉമ്മത്തിലെ ഈ അടിയാറുകളിലെ ഏറ്റവും വൃത്തികെട്ടവനാരെന്നറിയോ? അതിനോടൊപ്പം ഷിറാറു ഇബാദില്ല, അടിമകളുടെ കൂട്ടിൽ ഏറ്റവും വൃത്തികെട്ടവൻ ദബിൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവൻ. യഅതി ഹഉലാഇ ബിവജ്ഹിൻ, ഇവിടെ ഒരു മുഖം കൊണ്ട് വരും. വയഅതി ഹഉലാഇ ബിവജ്ഹിൻ, ഇവിടെ വേറൊരു മുഖം. രണ്ട് തോണിയിലാ കാല് ഇല്ല, രണ്ട് തോണിക്കാലി. ഈ പള്ളിയിലുണ്ട്, ആ പള്ളിയിലുണ്ട്, ആ പള്ളിയിലുണ്ട്. അത് ഇരട്ട മുഖക്കാരൻ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതാരോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തോ കാപട്യം അതിൻ്റെ ബാക്കിലുണ്ട്. അതുകൊണ്ട് പല മുഖം കാണിക്കുന്നത്. അള്ളാഹ്ക്ക് ഒറ്റ മുഖമുള്ളവന് മാത്രമേ ഇഷ്ടമുള്ളൂ. ദബിൽ വജ്ഹൈൻ, ഇരട്ട മുഖക്കാരൻ. മാത്രമല്ല പലതും പറഞ്ഞ് സ്നേഹിതന്മാരെ തെറ്റിക്കുന്നവൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞു വന്നത്, അവസാനമായിട്ടൊരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അധികം പേടിക്കുന്ന എന്തിനെയാണ്? ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസാന, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ നാവ് തന്നെ പിടിച്ചിട്ട് പറഞ്ഞു, ഹാദാ ഹാദാ, ഇതിനെയാണ് ഞാൻ പേടിക്കുന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. 2-3 ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് വളരെ അടുത്ത പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരാൾ കിഡ്നി രോഗം ബാധിച്ച് കിഡ്നി മാറ്റിവെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഇന്ന് അവസാന ടെസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എല്ലാവരോടും ദുആയിൽ ഓർക്കണമെന്ന് പറഞ്ഞു. ആരുടെ ദുആ അള്ളാഹു ഇജാബില്ലാണ്ട് കബൂലാക്കാമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ മാർക്കറ്റിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ചെറുക്കാരുണ്ടാവും, നല്ല യൂത്ത് സ്റ്റൈലന്മാർ ചെക്കന്മാരുണ്ടാവും. പക്ഷെ അള്ളാഹുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് പറയാൻ കഴിയില്ല. പാതിരാത്രിയിൽ അള്ളാഹുമായിട്ട് കണക്ഷനുള്ള മനുഷ്യന്മാരുണ്ടാവും. ജുബയിലും താടിയിലും തൊപ്പിയിലും നല്ല കാര്യം, ഇതിൻ്റെ ഉള്ളിലാ കാര്യം. അതുകൊണ്ട് എല്ലാവരും ദുആയിൽ ഓർക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. കിഡ്നി മാറ്റിവെച്ചാൽ അത് ശരീരത്തോട് പൊരുത്തപ്പെട്ട് നല്ല ആഫിയത്തുള്ള ജീവിതം അള്ളാഹു നസീബാക്കി കൊടുക്കട്ടെ. മറ്റൊരു ചങ്ങാതി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ വിവാഹ നിശ്ചയമാണിന്ന്. അപ്പോൾ അത് നിങ്ങൾ മുമ്പിൽ ദുആ ചെയ്യണം. കാരണം നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന മുവഹിദുകൾ, എനിക്ക് രോമാഞ്ചമെന്ന് കേട്ടപ്പോൾ, നിങ്ങളുടെ പള്ളിയിലാകുമ്പോൾ മുമ്പിൽ മുവഹിദുകൾ ഉണ്ടാവുമല്ലോ, അവർ ആമീൻ പറയും. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഖൈറുകളും ബർക്കത്തുകളും ഉണ്ടാവും. അള്ളാഹു അദ്ദേഹത്തെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ. അവരെ വിവാഹം ഖൈറിലും മസ്ലഹത്തിലും അള്ളാഹു ആക്കി കൊടുക്കട്ടെ. അവർക്ക് നല്ല സലാഹിയത്തുള്ള കൺകുളിർമയുള്ള മക്കളെ കൊടുത്ത് അള്ളാഹു നല്ലൊരു പരമ്പരയെ അവർക്ക് നസീബാക്കട്ടെ. എല്ലാവരും എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അലാ വ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല أمرنا وأمركم بالصلاة والسلام على النبي صلى الله عليه وسلم ألا فصلوا وسلموا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين، وعن الصحابة والقرابة كلهم أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.